السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ബഹുമാന്യരായ ഈ മസ്ജിദിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദിൽ ദീൻ പഠിക്കാൻ, അവന്റെ ദീനിന്റെ സാരോപദേശങ്ങൾ കേൾക്കാൻ ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. അത് മഹത്തായ സൽക്കർമ്മമാണ്. റമളാനിൽ നോമ്പുതുറയുടെ ഭാഗമായി എല്ലാവരും സംഗമിക്കുന്നതിന്റെ കൂട്ടത്തിൽ എത്തിച്ചേർന്നു എന്നതിനപ്പുറത്ത് വെറുതെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്തതുകൊണ്ട് ഒന്ന് കേട്ടുകളയാം എന്ന ഉദ്ദേശത്തിൽ കേവല വരവും ആഗമനവുമാണ് നമ്മെ ഇവിടെ എത്താൻ പ്രേരിപ്പിച്ചതെങ്കിൽ, നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നതിനപ്പുറത്താണ് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തുന്നവർക്കുള്ള പ്രതിഫലം. ഒരൊറ്റ ഹദീസ് മാത്രം ആ വിഷയത്തിൽ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തിച്ചേരുക, അള്ളാഹുവിന്റെ ദീൻ കേൾക്കാൻ, വേറൊരു ലക്ഷ്യമല്ല. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. ഏതൊരു വിഭാഗം ആളുകളാണോ അവർ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ, അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിൽ ഒരുമിച്ചുകൂടി. എന്തിനാണ് അവർ ഒരുമിച്ചുകൂടിയത്? യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് പഠിക്കാനും പഠിപ്പിക്കാനും അതിലെ ഉപദേശങ്ങൾ പരസ്പരം ഓർമ്മിപ്പിക്കാനുമാണ് അവർ ഒരുമിച്ച് കൂടിയത്. വേറൊരു ലക്ഷ്യമില്ല. അതിനാണ് അവർ ഒരുമിച്ച് കൂടിയത്. എവിടെ? അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിൽ. ഇതാ നമ്മൾ അതിനായിരിക്കണം ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരിക്കേണ്ടത്. നമ്മൾ ആ ലക്ഷ്യത്തിനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് മസ്ജിദിലാണ്, അള്ളാഹുവിന്റെ ഭവനത്തിലാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ, മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ മസ്ജിദുകളാണ്. അവന് മാത്രം സുജൂദ് ചെയ്യുന്ന, അവന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം നമിക്കുന്ന, 5 നേരവും അവനിലേക്ക് വിളിക്കുന്ന ബാങ്കൊലികൾ മിനാരങ്ങളിലൂടെ മുഴങ്ങുന്ന, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ഉദ്ഘോഷിക്കുന്ന, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് നമ്മെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദുനിയാവിൽ, ഭൂമിയിൽ ഇതിനേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട മറ്റൊരു സ്ഥലമില്ല. സംശയം ഉണ്ടായിരിക്കെങ്കിലും ഇതിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ മറ്റൊരിടവുമില്ല. ഭൂമിയിൽ ഒരു തുരുത്തിലുമില്ല, ഒരു കോണിലുമില്ല. എന്നാൽ നമുക്കേറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. മനുഷ്യന്മാർക്ക് ഏറ്റവും ചെല്ലാനും ഒരുമിച്ച് കൂടാനും സംഗമിക്കാനും എപ്പോഴെപ്പോഴും പോകാനൊക്കെ ആഗ്രഹമുള്ള സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം? അങ്ങാടികൾ, ജനങ്ങൾ തിങ്ങിക്കൂടുന്ന തെരുവോരങ്ങൾ, അല്ലെ മാളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, കച്ചവട വിപണികൾ, മാർക്കറ്റുകൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ ഈ അങ്ങാടികളാണ്.
ഈ വിപണികളാണ്, കച്ചവട കേന്ദ്രങ്ങളാണ്, ജനങ്ങൾ തിങ്ങിക്കൂടുന്ന തെരുവോരങ്ങളാണ്. കാരണം അവിടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതായിരിക്കും നടക്കുക. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ബോധപൂർവം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു ഹറാമിന്റെ ലാഞ്ചന പോലും ഉണ്ടാകുകയില്ല. അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളായി മസ്ജിദുകൾ മാറിയത്. അതുകൊണ്ട് അള്ളാഹുവിന് പ്രിയപ്പെട്ട സ്ഥലങ്ങളായി മാറണം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ. അത് മസ്ജിദുകളാണ്. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇവിടെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ, അതിലെ സന്ദേശങ്ങൾ കൈമാറാൻ, പഠിപ്പിക്കാൻ ഒരുമിച്ച് ചേർന്ന ഒരു വിഭാഗം, അവരെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്കുമേൽ സമാധാനം വർഷിക്കാതിരിക്കുകയില്ല. സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് മനുഷ്യനാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരും റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് റബ്ബില്ല എന്ന് റബ്ബിനെ നിഷേധിക്കുന്നവർ വരെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവരാ സന്ദേശവും ആ ആദർശമൊക്കെ മുറുകെ പിടിക്കുന്നതും സമാധാനത്തിന് വേണ്ടിയാണ്. അവർ മനസ്സിലാക്കിയ ഒരു സമാധാനത്തിന് വേണ്ടി. സർവ്വ മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കുക എവിടെ നിന്നാണ്? അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ അവന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്ന സാരോപദേശങ്ങൾ പകർന്നെടുക്കാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മസ്ജിദുകളിൽ എത്തിച്ചേർന്നാൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അവിടെ സമാധാനം ഇറങ്ങുന്നതാണ്, അവർക്കുമേൽ സമാധാനം വർഷിക്കുന്നതാണ്, അള്ളാഹു ഇറക്കിത്തരുന്നതാണ്. സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ? നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തണം. സമാധാനം ഇറങ്ങും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സമൂഹത്തിൽ സമാധാനമുണ്ടാകും, സഹോദരങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാകും, മക്കളും രക്ഷിതാക്കളും തമ്മിൽ സമാധാനപരമായി നല്ല കുടുംബജീവിതം കാഴ്ചവെക്കുന്ന രംഗമുണ്ടാകും. ഏതു പ്രതിസന്ധികൾ, ഏതു പരീക്ഷണങ്ങളിലും എന്തു പ്രശ്നങ്ങളുണ്ടായാലും മനസ്സ് പിടിച്ചു നിർത്തുന്ന, അള്ളാഹുവിലേക്ക് അവന്റെ സ്മരണയിലേക്ക് ഓടിയെത്തുന്ന സമാധാനം എന്ത് ബുദ്ധിമുട്ടിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തിയാൽ അള്ളാഹുവിന്റെ സമാധാനം അവർക്ക് മേൽ വർഷിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി വഗശ്യതുഹുമുർ റഹ്മ, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവരെ മൂടിപ്പൊതിയും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ, പടച്ച റബ്ബിന്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ചെറുവരൽ അനക്കാൻ സാധിക്കുമോ? നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നന്മ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ദുന്യവിയാകട്ടെ, ഉഖ്റവിയാകട്ടെ, ഭൗതികമാകട്ടെ, പാരത്രികമാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര നിസാരമെന്ന് തോന്നുന്ന നന്മയാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ, അവന്റെ സഹായമില്ലെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഒരു പുൽക്കൊടി പോലും നമുക്ക് അനുകൂലമായി അനങ്ങുകയില്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ഭയക്കുന്ന, നമ്മൾ പേടിക്കുന്ന, നമ്മൾ വെറുക്കുന്ന ഒരു ഷർറിൽ നിന്നും, ഒരു അനിഷ്ടകരമായ കാര്യത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ, ഏതൊരു നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഏതൊരു ഷർറ് നമ്മൾ ഭയക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിലല്ലാതെ നമുക്ക് നന്മ നേടാനോ ഷർറുകളിൽ നിന്ന് കാവൽ നേടാനോ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ മൂടിപ്പൊതിയുന്ന സദസ്സാണ് ഈ സദസ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ നമ്മൾ എത്ര സമയം കണ്ടെത്തലുണ്ട്? നമ്മുടെ ആയുസ് എത്ര പിന്നിട്ട്? ഓരോരുത്തരും അവരുടെ ആയുസിന്റെ കണക്കൊന്ന് എടുത്തു നോക്കുക. സ്വന്തം ആയുസ്, സ്വന്തം പ്രായത്തൊന്ന് വിലയിരുത്തി നോക്കുക. എത്ര മണിക്കൂറുകൾ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും? അല്ല, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട് നമുക്കറിയാം. എത്ര മണിക്കൂർ ജീവിതത്തിൽ ഈ കണ്ട ആയുസിനിടക്ക് അള്ളാന്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയുന്ന, അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന, അള്ളാന്റെ മസ്ജിദുകളെ അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ കലാമോദി അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന, അവന്റെ മസ്ജിദുകളിലെത്തി ദീൻ പഠിക്കാൻ എത്ര മണിക്കൂർ ആയുസിന് ഇന്നേ വരെ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഏത് സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഏത് റബ്ബിന്റെ കാരുണ്യമാണ് നമ്മൾ മോഹിക്കുന്നത്? ഏത് റബ്ബിനോടാണ് നമ്മൾ അവന്റെ കാരുണ്യ കടാക്ഷങ്ങൾ കൈനീട്ടി ചോദിക്കുന്നത്? ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ എടുക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ മൂടിപ്പൊതിയുന്ന സദസ്സാണിത്. മൂന്നാമതായി തീർന്നില്ല. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹഫത്ഹുമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയും, അവർക്ക് സംരക്ഷണം തീർക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ, ശക്തരും മല്ലരുമായിട്ടുള്ള മലക്കുകൾ, നമ്മുടെ സംരക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ അവന്റെ സൈന്യമാകുന്ന മലക്കുകൾ, ലാ യഅസൂനല്ലാഹ മാ അമറഹും, ഒരു പാപക്കറയും തൊട്ടു തീണ്ടാത്ത പാപസുരക്ഷിതരായ മലക്കുകൾ, അല്ലാഹു കൽപ്പിക്കുന്നത് അതേപടി പ്രവർത്തിക്കുന്ന മഹാന്മാരായ മലക്കുകൾ, അവർ നമുക്ക് സംരക്ഷണ വലയം ഒരുക്കുന്ന സദസ്സാണിത്. ആ മലക്കുകളുടെ സാന്നിധ്യം ന്യായമായും പ്രതീക്ഷിക്കാവുന്ന സദസ്സാണിത് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ സംരക്ഷണ വലയം തീർക്കുന്ന സദസ്സാണിത്. ദുനിയാവിൽ വേറെ എവിടെയാണ് ലഭിക്കുക? ഇതിനേക്കാൾ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു മജ്ലിസാണ്, ഏതൊരു സദസ്സാണ് നിങ്ങൾക്ക് ലഭിക്കുക? നേരെ മറിച്ച് നമ്മൾ പോകുന്ന സദസ്സുകളുടെ അവസ്ഥ എന്താ? കല്യാണ ഫംഗ്ഷൻ, വീട് കൂടുന്ന ഫംഗ്ഷൻ, മറ്റങ്ങാടികളിലെ നമ്മുടെ നാട്ടുവർത്തമാനം, അതിന് കാരണമാകുന്ന സദസ്സുകൾ, കച്ചവട സദസ്സുകൾ, വിപണികൾ, നമ്മൾ ചങ്ങാത്തം കൂടാനും വിശ്രമിക്കാനും ടൈം പാസിനും എന്റർടൈൻമെന്റിനും കറങ്ങിത്തിരിയാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പോകുന്ന സദസ്സുകളിൽ നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന സദസ്സുകളായിരിക്കും പലതും. നമുക്കിഷ്ടം അവിടെ പോയി സമയം ചെലവഴിക്കാനാണ്. ഈ അമൂല്യമായ അവസരങ്ങളൊക്കെ നമ്മൾ പാഴാക്കുന്നത് ആ നക്കാപ്പിച്ച സദസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പരിശുദ്ധ റമളാനിലെങ്കിലും ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഉലമാക്കൾ ചില ചോദിച്ചത്, പിന്നെ എന്ന് നന്നാവാനാണോ? പിന്നെ എന്ന് ചലിക്കാനാണ് നിന്റെ ഹൃദയം? റമളാനിൽ അനങ്ങാത്ത, ചലിക്കാത്ത, മാറ്റം സംഭവിക്കാത്ത നിന്റെ കൽബ് ഏതു മാസത്തിൽ, ഏത് കാലഘട്ടത്തിൽ നന്നാവാനാണ്? ഞാൻ ചോദിച്ചതല്ല, മുൻഗാമികൾ ചിലർ ചോദിച്ചതുപോലെ. അള്ളാഹുവിന്റെ മലക്കുകൾ സംരക്ഷണ വലയം തീർക്കുന്ന സദസ്സാണ് ഈ സദസ്സുകൾ. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ വരുന്ന സദസ്സുകൾ. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ സദസ്സിൽ എന്തെങ്കിലും അലർജിയോ അലോസരമോ ബോറടിയോ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി തട്ടി വിടാം. അങ്ങനെ പ്രയാസപ്പെട്ടിരുന്നിട്ടൊരു കാര്യമില്ല. ഈ പ്രതിഫലേച്ഛ മനസ്സിൽ സ്വരുക്കൂട്ടിയിട്ടിരുന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും തോണ്ടാനും മാന്താനൊക്കെ ഇരുന്നിട്ട് ഇവിടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കുട്ടികളോട് ഞാൻ പറയാണ്. അതുകൊണ്ടാണ് ഈ സദസ്സിന്റെ ഗൗരവം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. മുതിർന്നവരോടും കുട്ടികളോടും സ്ത്രീകളോടും എല്ലാവരോടും ഈ പറയുന്ന എന്നോടും ഒരുപോലെ ഇതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താനാണ് ഈ ഹദീസ് ഞാൻ ആദ്യം കേൾപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം അതാണ്. 3 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തുന്നവർക്ക് അനുകൂലമായി സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ സമാധാനം അവിടെ വർഷിക്കും, അള്ളാഹു വരെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയും. മൂന്നാമതായി നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് ചുറ്റും സംരക്ഷണ വലയം തീർക്കും. 4ാമത്തെ കാര്യം, അതാണ് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ചില്ലറ കാര്യമല്ല. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അള്ളാഹു അവന്റെ സന്നിധിയിൽ ഈ സദസ്സിൽ വരുന്നവരെ ഓർക്കുമെന്നാണ്. അള്ളാഹുവിന്റെ സന്നിധി എവിടെയാണ്? അർശിനു മുകളിൽ, 7 ആകാശങ്ങൾക്ക് മുകളിൽ മലക്കുകളുള്ള സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള പാപികളായ ദോഷികളായ നമ്മെപ്പോലെയുള്ള മനുഷ്യരെ അള്ളാന്റെ സന്നിധിയിൽ മലക്കുകൾക്കിടയിൽ പരാമർശിക്കും, ഓർക്കുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ അംഗീകാരമാണത് സഹോദരങ്ങൾ, എത്ര വലിയ പദവിയാണത്. ഇവിടെ ദുനിയാവിൽ 4 ആള് ബഹുമാനിക്കുന്ന ഒരാള് 10 ആള് കൂടിയ ഒരു സദസ്സിൽ നമ്മെക്കുറിച്ച് പറഞ്ഞു, നമ്മളെ പേര് പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ അംഗീകാരവും റിവാർഡായിട്ട് അതിനെ അംഗീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവന്റെ സന്നിധിയിൽ അവൻ നമ്മെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞാൽ ഇതെത്ര വലിയ അംഗീകാരമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത്, വർണ്ണിക്കാൻ, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. പടച്ച റബ്ബ്, ആകാശഭൂമികളുടെ റബ്ബ്, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പേര് അവന്റെ സന്നിധിയിൽ മലക്കുകളോട് അഭിമാനപൂർവ്വം പരാമർശിക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അംഗീകാരം ദുനിയാവിൽ നീ മരിക്കുവോളം നയിച്ചിട്ടും അധ്വാനിച്ചിട്ടും തിരക്കിട്ട് ഓടിയിട്ടും എവിടെ എന്ത് ലഭിക്കാനാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെയല്ല. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തുക എന്ന് പറഞ്ഞ പലർക്കും അതിനേക്കാൾ വെറുപ്പുള്ള ഒരു കാര്യം, പഠിക്കേ, പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കേ, എന്താണിത് ഇത്ര വലിയ പെരുപ്പവും വലുപ്പവും അതല്ലെങ്കിൽ അപാരതയുമുള്ള സംഗതി എന്ന് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ ഹദീസ് വിഷയത്തിൽ വന്നത് മാത്രം ഞാൻ സൂചിപ്പിച്ചത്. സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? മലക്കുകളുടെ സംരക്ഷണം നാം ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ സൈന്യമായ മലക്കുകളുടെ സംരക്ഷണം, അള്ളാഹു അവന്റെ സന്നിധിയിൽ നമ്മെ അഭിമാനപൂർവ്വം മലക്കുകൾക്കിടയിൽ പരാമർശിക്കാൻ സ്മരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരേ ഒരു പ്രവർത്തനം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്?
അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ എത്തുക എന്നുള്ളത്. ആ സദസ്സിലാണ് നമ്മളുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി ഈ സദസ്സ് പൂർത്തിയാകുവോളം ഇവിടെ ഇരിക്കണമെന്ന്, ഈ നിയ്യത്ത് മനസ്സിൽ വിടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഇത്തരം സദസ്സുകൾ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാ പറഞ്ഞത്. സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പ് എന്നാണ്. സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ. പ്രത്യേകിച്ച് മസ്ജിദുകൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങൾ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പ് നിങ്ങൾ ഭൂമിയിൽ കണ്ടാൽ, ദുനിയാവിൽ കണ്ടാൽ, ഫർതഉ, നിങ്ങൾ അവിടെ കയറി മേയുക എന്നാണ്. തോപ്പ് എന്ന് പറഞ്ഞത് തോട്ടം, ആളുകൾക്ക് വിശ്രമിക്കാനും മധുരമുള്ള തേനൂറുന്ന കായ്ക്കനികൾ ഭുജിക്കാനും ഉറവയായി ഒഴുകുന്ന തെളിനീര് അത് പാനം ചെയ്യാനും കുടിക്കാനും പച്ചപ്പും ഹരിതാപവും എല്ലാം ആസ്വദിക്കാനും മനുഷ്യന് ഇഷ്ടമുള്ളതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ദുനിയാവിലെ ഏറ്റവും കൺകുളിർമയുള്ള ഹരിതാപമായ ഇടമാണ് തോപ്പുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെ? പച്ചപ്പ് നിറഞ്ഞ തോപ്പുകൾ, അത് തേടി ആളുകൾ യാത്ര ചെയ്യുന്നു. സ്വർഗത്തിലെ തോപ്പാണെന്നാണ് ദീനിന്റെ മജ്ലിസുകളെ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കയറി നിങ്ങൾ മേയുക എന്നാണ്. അവിടെ കയറി മേഞ്ഞ എന്താ ലഭിക്കുക? അള്ളാഹുവിന്റെ കലാമിൽ നിന്നുള്ള ഉപദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്ന സാരോപദേശങ്ങൾ, അത് നിങ്ങൾ പകർന്നെടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സദസ്സിലാണ് നമ്മളുള്ളത് എന്ന് ഒന്നുകൂടി ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലെ നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹു റമളാനിൽ നിന്ന് നാം നേടാൻ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാണ്. റമളാനിൽ നമ്മൾ സ്വരുക്കൂട്ടേണ്ടുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിലൂടെ പറഞ്ഞ തഖ്വ എന്നുള്ളത്. അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്കുമേലിതാ നോമ്പ് നാം നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻകാലക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നമുക്കും മേൽ നോമ്പ് നിർബന്ധമാക്കി. അല്ലാഹു പറയാണ്, ലഅല്ലക്കും തത്തഖൂൻ. എന്തിനു വേണ്ടിയാണത്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ലൈറ്റ് ഇടാനാ ഞാൻ പറഞ്ഞു, അവിടെ ലൈറ്റ്. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനു വേണ്ടി? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ശ്രദ്ധിക്കുന്നുണ്ടോ? അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ്? തഖ്വ സമ്പാദിക്കാനാണ്. റമളാനിലെ നോമ്പ് കൊണ്ട് നമ്മൾ സമ്പാദിക്കേണ്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം തഖ്വയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതല്ലാത്ത മറ്റൊരു കാര്യവും നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതായി ഒറ്റവാക്കിൽ പറഞ്ഞിട്ടില്ല. നോമ്പ് കൊണ്ട് നേടാവുന്ന ഒരുപാട് മൂല്യങ്ങൾ, ഗുണങ്ങളുണ്ട്. ഇതെല്ലാം സ്വരുക്കൂട്ടുന്ന ഒരൊറ്റ ഗുണമാണ്, ഒരൊറ്റ മൂല്യമാണ് തഖ്വ എന്നത്. പലപ്പോഴും തഖ്വ എന്നുള്ള വാക്ക് നമ്മൾ കേട്ട് 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 പരിചയിച്ച് തഴമ്പിച്ചു പോയി. എന്താണിപ്പോൾ അതിൽ പുതിയതായിട്ട് കേൾക്കാനുള്ളത്, എന്താണിപ്പോൾ അതിൽ പുതിയതായ പാഠങ്ങളുള്ളത് എന്ന് മാത്രം പറയാവുന്ന രൂപത്തിൽ ആളുകൾക്ക് കേട്ട് തഴമ്പിച്ചൊരു സംജ്ഞയാണ്, ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദമാണ് തഖ്വ. യഥാർത്ഥത്തിൽ അതിനേക്കാൾ മനോഹരമായ ഇസ്ലാമിലൊരു സാങ്കേതിക ശബ്ദമില്ല എന്നതാണ്. ഇസ്ലാമിലെ സർവ്വ നന്മകൾ നമുക്ക് നേടിത്തരുന്ന ഒറ്റമൂലിയാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗുണമാണ്. ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ നമുക്ക് ഉന്നതമായ പദവികൾ നേടിത്തരുന്ന മഹോന്നതമായ വിശേഷണമാണ്. ഐഹികവും പാരത്രികവുമായ വിജയവും സൗഭാഗ്യവും നമുക്ക് വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്ന മന്ത്രമാണ് തഖ്വ. തഖ്വയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ദീനിന്റെ ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ തുറന്നു തരുന്നു. സൽക്കർമ്മങ്ങളിലേക്കുള്ള വാതായനങ്ങൾ അവൻ നമുക്കുമേൽ തുറന്നിടുന്നു. തഖ്വ ഒരാൾ ജീവിതത്തിൽ മരിക്കുവോളം മുറുകെ പിടിച്ചാൽ അവന്റെ ഐഹികമായ സർവ്വകാര്യങ്ങളും അവന്റെ പിന്നാലെ വരും. അവൻ നെട്ടോട്ടമോടാതെ
അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന്റെ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിന് എളുപ്പമാക്കും. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ അള്ളാഹു റിസ്ക് നൽകും, അന്നം നൽകും. അവന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ കെട്ടിക്കൊടുക്കുകളും, മൂരാക്കുടുക്കുകളും, പ്രതിസന്ധികളും അള്ളാഹു നിഷ്പ്രയാസം അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. തഖ്വ പാലിക്കാനാണ് അള്ളാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. എളുപ്പവും അതുപോലെ തന്നെ പോംവഴിയും. അള്ളാഹു നാം ദാരിദ്ര്യത്തെയും സമ്പത്തിനെയും പ്രതിസന്ധിയെയും ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹു ആ രംഗത്തുള്ള സർവവും റിസ്കിലൂടെ നമുക്ക് എളുപ്പമാക്കി തരുന്ന അത്ഭുതകരമായ രംഗങ്ങളുമെല്ലാം തഖ്വയുള്ളവർക്ക് ജീവിതത്തിൽ നേരനുഭവമായി കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, എല്ലാ നന്മകൾക്കും കാരണം തഖ്വയാണ്. അതുകൊണ്ടാണ് നോമ്പ് കൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വആമിനു ബിറസൂലി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഈമാനും തഖ്വയുമുള്ളവരാകുക. യുക്തിക്കും കിഫ്ലൈൻ മിൻ റഹ്മതി. അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് 2 വിഹിതം നിങ്ങൾക്ക് നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ 2 ഓഹരി, 2 പ്രതിഫലം നൽകുമെന്നാണ്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെയും തഖ്വയെയും ഒരുമിപ്പിച്ചു. നിങ്ങൾ ഈമാനും തഖ്വയും സമ്പാദിക്കണമെന്ന് പറഞ്ഞു. ഈമാനും തഖ്വയും പരസ്പര പൂരകമാണ്. ഈമാൻ ഇല്ലാത്തവന് തഖ്വയുണ്ടാകുകയില്ല, തഖ്വയില്ലാത്തവൻ ഈമാനും ഉണ്ടാവില്ല. ഈമാനും തഖ്വയും ഒരാളിൽ ഒരുപോലെ സമ്മേളിക്കണം. എങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമായി, അവന്റെ ജീവിതം സമ്മോഹനമായി. ഈമാനും തഖ്വയും ഒരാൾ കൈമുതലാക്കിയാൽ അള്ളാഹുവിന് 2 കൂലിയാണ് നൽകുക. 2 കൂലി എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ അളവ്, എത്രയാണ് അതിന്റെ കണക്ക്, എന്താണ് അതിന്റെ രഹസ്യം എന്ന് നമുക്കറിയില്ല. അത് അള്ളാഹുവിനെ അറിയുള്ളൂ. അള്ളാഹു 2 വിഹിതം, 2 രൂപത്തിലുള്ള പ്രതിഫലം, 2 വിശിഷ്ടമായ പദവികൾ, എന്തും അതിന് വിശേഷിപ്പിക്കാം. എന്താണ് അതിന്റെ രഹസ്യമെന്ന് നമുക്കറിയില്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അത് സ്വർഗത്തിലാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അതിന്റെ അടയാളങ്ങൾ ദുനിയാവിൽ നമുക്ക് നേടാൻ സാധിക്കും. ഈമാനിനും തഖ്വക്കും പ്രത്യേകം പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വയജ്അൽ ലക്കും നൂറൻ തംശൂന ബി. ഈ 2 ഓഹരി അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള 2 വിഹിതം സ്വർഗത്തിലാണ് അല്ലാഹു നമുക്ക് ആഖിറത്തിൽ നൽകുകയെങ്കിൽ അല്ലാഹു ദുനിയാവിൽ അവർക്ക് നൽകുന്ന കാര്യമുണ്ട്. ഈമാനും തഖ്വയുള്ളവർക്ക് അവർക്കൊരു പ്രകാശം അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും ദുനിയാവിൽ. വയജ്അൽ ലക്കും നൂറ തംശൂന ബിഹി. ആ പ്രകാശവും ഏന്തി അവർ ദുനിയാവിൽ സഞ്ചരിക്കും. ഏതാണ് ആ പ്രകാശം? ഈമാനിന്റെയും തഖ്വയുടെയും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവിന്റെയും പ്രകാശം. ആ പ്രകാശം ദുനിയാവിൽ അള്ളാഹു അവർക്ക് ഇട്ടുകൊടുക്കും. തംശൂന ബിഹി. ആ പ്രകാശവും ഏന്തിട്ടാണ് അവർ സ്വയം പ്രകാശിച്ചുകൊണ്ട് ദുനിയാവിൽ നടക്കുക മരിക്കുവോളം. ദുനിയാവിലുള്ളവരുടെ ജീവിതം അങ്ങനെയായിരിക്കും. വയഗ്ഫിർ ലക്കും. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും ചെയ്യും. അവരുടെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചുവെക്കും. അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യും. അതിന്റെ പേരിൽ അള്ളാഹു ഒരു ആഖിറത്തിൽ ശിക്ഷിക്കുകയില്ല. വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഇതാണ് തഖ്വയുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടത്തിന്റെ ആകത്തുകയായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹു അവർക്ക് 2 രൂപത്തിലുള്ള പ്രത്യേകമായവന്റെ കാരുണ്യത്തിന്റെ വിഹിതം ആഖിറത്തിൽ നൽകും. ദുനിയാവിൽ അള്ളാഹു നൽകുന്ന പ്രകാശം കൊണ്ട് അവർ മരണം വരെ സഞ്ചരിക്കും. അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യും. അള്ളാഹു അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, മഹാന്മാരായ മുൻഗാമികൾ ഇത്തരത്തിലുള്ള ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, തഖ്വ ഒരാളിൽ ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിൽ സർവ്വ നന്മകൾക്കും അത് കാരണമാകും. ആ തഖ്വ അവന്റെ മുഖത്തിന് പ്രകാശം സമ്മാനിക്കും. ദിയാ അലിൽ വജ്ഹ്. തഖ്വയുള്ള ആളുകളുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാകും. അവരുടെ നിറം കറുത്തതാണെങ്കിൽ അവരുടെ മുഖത്ത് അല്ലാഹു പ്രകാശം സമ്മാനിക്കും. വനൂറൻ ഫിൽ ഖൽബ്. അവരുടെ ഹൃദയത്തിൽ അത് വെളിച്ചമായി പരക്കും. ആ തഖ്വ അവരുടെ ഹൃദയത്തിൽ വെളിച്ചമാകും. വസഅതൻ ഫിൽ റിസ്ഖ്. അവരുടെ റിസ്ഖിൽ, ദുനിയാവിലെ ഉപജീവന മാർഗത്തിൽ, സമ്പത്തിൽ
അവർക്ക് അള്ളാഹു വിശാലത ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മാർഗങ്ങളും കാരണങ്ങളും നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തായിരിക്കും, മിറാക്കിളായിരിക്കും. തഖ്വ കൈമുതലാക്കുന്നവരുടെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകും. നമ്മുടെ റിസ്കിൽ നമുക്ക് ആശങ്കയുണ്ടോ? നമ്മൾ പട്ടിണിയെ ഭയപ്പെടുന്നുണ്ടോ? കടക്കണിയും സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? അള്ളാഹുവെ പേടിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ കൈമുതലാക്കുക. അള്ളാഹു റിസ്കിൽ വർധനവ് നൽകും. വഖുവ്വതൻ ഫിൽ ബദൻ. തീർന്നോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിന് ശക്തി നൽകും. തടി നന്നാക്കാനും ബോഡി ബിൽഡർ ആവാനും വ്യായാമം ചെയ്യാനും മേലനങ്ങാനും ആളുകൾ നേരം വെളുക്കുന്നതിന് മുമ്പ് അല്ലെ ഉറക്കത്തിൽ നിന്ന് സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന്റെ സമയത്തൊക്കെ എണിച്ച് നടക്കും. അല്ലെങ്കിൽ രാപ്പകലില്ലാതെ തടി നന്നാക്കാൻ വേണ്ടി അധ്വാനിക്കും, വേർപ്പൊഴുക്കും. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ 5 നേരം കൃത്യമായി ജമാഅത്തിനെത്താൻ ആളുകൾക്ക് വയ്യ. സുബഹി നിസ്കരിക്കാൻ മസ്ജിദിലെത്താൻ വയ്യ. റമദാനിൽ പോലും കൃത്യമായി ജമാഅത്തിന് എഴുന്നേൽക്കാൻ വയ്യ. തടി നന്നാക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടും പെടാപ്പാടും സഹിക്കും, എത്ര ഡയറ്റും കൊടുക്കും. നോമ്പെടുക്കാൻ മടിയുള്ളവർ തടി നന്നാക്കാൻ ഡോക്ടറെ ഡയറ്റ് നിശ്ചയിച്ചാൽ, അല്ല ദിവസങ്ങളോളം വാട്ടർ ഫാസ്റ്റിംഗ് മാത്രം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുമ്പിലാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. തടി നന്നാവണോ? ഖുവ്വതൻ ഫിൽ ബദൻ. നീ ആരോഗ്യ ദൃഢഗാത്രനാകണോ? നിന്റെ ശരീരത്തിൽ ചുറുചുറുക്കും ആരോഗ്യവും ഉണ്ടാകണോ? അള്ളാഹുവിനെ തഖ്വ ചെയ്തു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചോളൂ. നിന്റെ ശരീരത്തിന് ശക്തി ഉണ്ടാകും. കേവല ആരോഗ്യമല്ല, ഖുവ്വതൻ ഫിൽ ബദൻ എന്ന് പറഞ്ഞു. ശരീരത്തിന് ശക്തി ഉണ്ടാകും. ഖുർആൻ വ്യാഖ്യാനിക്കാൻ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അറിവുള്ള, കഴിവുള്ള, ആഴത്തിൽ പാണ്ഡിത്യമുള്ള റസൂലുള്ളാഹി അത് പ്രത്യേകം പ്രാർത്ഥിച്ചു നൽകിയ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, തഖ്വയുള്ളവർക്ക് ശരീരത്തിൽ ശക്തി ഉണ്ടാകുമെന്നാണ്. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്. അതിനുമപ്പുറത്ത് സഹജീവികൾക്കിടയിൽ, സൃഷ്ടികൾക്കിടയിൽ അവരുടെ ഹൃദയങ്ങളിൽ അവനോടുള്ള ഇഷ്ടം ഉണ്ടാവും. നമ്മൾ പോയി കുറച്ച് ഇഷ്ടം തരുമോ എന്ന് പോയി പിന്നാലെ നടന്ന് ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു നമ്മൾ അറിയാതെ പടപ്പുകളുടെ ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ നമുക്കുള്ള സ്വീകാര്യതയും സ്നേഹം ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മെ ആളുകൾ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെടുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ഇതിനപ്പുറത്ത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ദുനിയാവിൽ ഇതിനപ്പുറത്ത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റുമോ? അതെല്ലാം ലഭിക്കുന്നത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കാരണമായി നിശ്ചയിച്ച തഖ്വയാണ്. ആ തഖ്വയാണ് നോമ്പ് കൊണ്ട് നമ്മൾ സമ്പാദിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് വെറുതെ പറഞ്ഞതല്ല സഹോദരങ്ങളെ. എന്നാൽ ഈ തഖ്വക്കെതിരായ, ഈ തഖ്വ കൈമോശം വരുന്ന തിന്മകളും ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളും ഭൗതികമായ ആസ്വാദനങ്ങളും അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ മാർഗനിർദ്ദേശങ്ങളെയും മറന്ന് നമ്മൾ അതിന്റെ പിന്നാലെ പഞ്ഞാൽ തിന്മകളാണ്, ഹറാമുകളാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഈ റമദാനിൽ പോലും ചില മുസ്ലിം വീടുകളുടെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീടിനരികിലൂടെ നമുക്ക് നടക്കാൻ എന്തെങ്കിലും അവസരം ഉണ്ടായാൽ, നമ്മുടെ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ നാട്ടിലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയിൽ പല മുസ്ലിം വീടുകൾക്ക് മുമ്പിലൂടെയും പാസ് ചെയ്യലോ. റമദാനിൽ പോലും പൈശാചിക ഗീതങ്ങൾ കാതടുപ്പിക്കുന്ന ഈ സംഗീതത്തിന്റെ മാസ്മരികതയിൽ നിന്ന് ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ വയ്യ. റമദാനിൽ പോലും വൃത്തികേടിന്റെ മാമാങ്കമായ സിനിമയുടെ തിരശ്ശീലയൊന്ന് വലിച്ചെറിയാൻ അവർക്ക് സാധിക്കില്ല. റമദാനിൽ പോലും ഈ സ്മാർട്ട് ഫോണിന്റെ തുമ്പിൽ യൂട്യൂബിൽ റീൽസും ഷോർട്സും കണ്ട് സമയം തെന്നി നീക്കുന്നത് അവർക്ക് ഉപേക്ഷിക്കാൻ വയ്യ. റമദാനിൽ പോലും ബാങ്കുലികൾ മുഴങ്ങിയാൽ മസ്ജിദിലേക്ക് എത്താൻ വയ്യ ആണുങ്ങൾക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വെറുതെ പട്ടിണി കിടന്നാൽ വെള്ളം ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ നോമ്പായി എന്നാണ് ആളുകളുടെ വിചാരം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികൾ ചിലർ പറഞ്ഞു, എത്ര അത്ഭുതമാണ് ചില നോമ്പുകാരുടെ കാര്യം. അള്ളാഹു ഹലാലാക്കിയ സംഗതി ഒഴിവാക്കിയിട്ട് അവർ നോമ്പെടുക്കുന്നു. ജീവിതകാലം മുഴുവൻ അവർക്ക് അള്ളാഹു ഹലാലാക്കിയ സംഗതി റമദാനിന്റെ പകലിൽ കഷ്ടപ്പെട്ട് ഒഴിവാക്കി അവർ നോമ്പെടുക്കുന്നു. എന്താണത്? വെള്ളം ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. നോമ്പിൽ പകൽ സമയത്ത് മാത്രമാണ് നമുക്കത് ഹറാമായിട്ടുള്ളൂ. നോമ്പുകാലത്തല്ലാത്തപ്പോൾ എപ്പോഴും നമുക്കത് ഹലാലാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യസംഭവമാണ് തീറ്റയും കുടിയും, ആണോ അല്ലേ? നമുക്ക് അള്ളാഹു അനുവദിച്ചതാണ്. നമ്മുടെ ജീവൻ നിലനിൽക്കാനുള്ള അതിന്റെ അടിസ്ഥാനമാണ് തീറ്റയും കുടിയും. ഇത് റമദാനിൽ ഒരു 10-12 മണിക്കൂർ പകലുടനീളം ഒഴിവാക്കി നമ്മൾ കഷ്ടപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ച് ചൂടിനെ അതിജീവിച്ച് നമ്മൾ നോമ്പെടുക്കുന്നു, ഇല്ലേ? ഹലാലായിരുന്ന സംഗതിയാണ്. റമദാൻ കഴിഞ്ഞത് ഹലാലായി. റമദാന്റെ രാത്രിയിലും അത് ഹലാലാണ്. ഇണയുമായുള്ള ബന്ധം അതുപോലെ തന്നെ.
എന്നാൽ ജീവിതകാലം മുഴുവൻ റമളാനിലും റമളാനിലല്ലാത്തപ്പോഴും കൊല്ലത്തിൽ 365 ദിവസവും 12 മാസവും രാവും പകലും ഉടനീളം അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിച്ചു നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. നോമ്പിന് പോലും. എന്തൊരു ദുര്യോഗമാണത്. ഇത്തരക്കാരുടെ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ്. ഫലൈസ ലില്ലാഹി ഹാജ. അള്ളാഹുവിന് കണ്ണും കാതും കയ്യും കാലും നോമ്പെടുക്കാത്ത, ശരീരത്തിൽ പട്ടിണിയും ദാഹവും മാത്രം ബാക്കിയാക്കുന്ന നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ്. ആ നോമ്പിനൊരു കൂലി ലഭിക്കൂല എന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതകാലം മുഴുവൻ നമുക്ക് ഹറാമാക്കിയ ഹറാമാണ് സംഗീതം. സംഗീതമെന്ന മാസ്മരികത അത് പിശാചിന്റെ മന്ത്രമാണ്, പൈശാചികമാണ്. സംഗീതം കൊണ്ട് ആർക്കെങ്കിലും ആനന്ദവും ആസ്വാദനം ലഭിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ തല്ലാഹി വബില്ലാ, അത് പൈശാചികമാണ്. അത് പൈശാചികമാണ്. പിശാചിട്ട് വരുന്ന സുഖാണ്. ഇന്നത്തോടെ നിങ്ങൾ ഒഴിവാക്കി. സംഗീതവും ഖുർആനും, ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമളാൻ. സംഗീതവും ഖുർആനും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരേ സമയം സമ്മേളിക്കില്ല, ഏതെങ്കിലും ഒന്നും പുറത്തു ചാടാതെ. സംഗീതമുണ്ടോ നിനക്ക് ഖുർആൻ സ്വീകരിക്കാൻ സാധിക്കില്ല. നിനക്ക് ഖുർആൻ മനസ്സിൽ തട്ടി ആസ്വദിക്കാൻ സാധിക്കില്ല. ഖുർആന്റെ സന്ദേശം അനുസരിച്ച് നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല. സംഗീതമുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ ഒന്നുകിൽ ഈ ഖുർആൻ ഒഴിവാക്കണം, അല്ലെങ്കിൽ സംഗീതം ഒഴിവാക്കണം. രണ്ടും ഒരേ സമയം ഒരു മനുഷ്യന്റെ കൽവിൽ നിലനിൽക്കുകയില്ല. സിനിമയുണ്ടോ നിന്റെ മനസ്സിൽ? സെലിബ്രിറ്റികളുടെ നടനങ്ങളുണ്ടോ? കപടനാട്യങ്ങളുണ്ടോ? യൂട്യൂബേഴ്സിന്റെയും വ്ളോഗേഴ്സിന്റെയും അവര് സ്ക്രീനിന് പിന്നിൽ അഭിനയിക്കുന്ന ഈ കോപ്രായത്തരങ്ങളാണോ നീ ആസ്വദിക്കുന്ന വലിയ സംഭവമായി നിന്റെ നിത്യജീവിതത്തിൽ വലിയ ആകർഷണമായി? അതിനുവേണ്ടിയാണോ നീ സമയം ചെലവഴിക്കുന്നത്? ഒരു കാര്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒറ്റമൂലിയാണ് തഖ്വ. ഈ തിന്മകൾ, ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ, സംഗീതവും സിനിമയും റീൽസും ഷോർട്സും വ്ളോഗ്സും, അതിനപ്പുറത്ത് എന്തൊക്കെയുണ്ടോ കോമഡി ഷോകളും റിയാലിറ്റി ഷോകളും. ഇപ്പൊ ഇതാ പല വലിയ കായിക മാമാങ്കങ്ങളുടെ അവസ്ഥയാണ്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങൾ വരെ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഈ സമയത്ത് ലോക മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വേൾഡ് കപ്പും ലോക മാമാങ്കങ്ങളും വലിയ ലീഗുകളൊക്കെ കൊണ്ടുവെക്കുന്ന മുസ്ലിം രാജ്യങ്ങളെ അതിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ നോമ്പിനെ റമളാനിനെ ഇല്ലാതാക്കാൻ, അല്ലാതെ മറ്റെന്തിനാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമുക്ക് നേടിത്തരുന്നത് എന്താണ്? ഇതിലൂടെ നമ്മൾ കൈമോശം വരുത്തുന്ന തഖ്വ ഇല്ലാതെ ആകുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്ന ലിസ്സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹ്. നിന്റെ മുഖത്തിനത് മങ്ങലേൽപ്പിക്കും. നിന്റെ മുഖത്തിന്റെ നിറം മങ്ങും. നീ എത്ര വെളുത്ത മൊഞ്ചനാണെങ്കിലും ശരി, നീ എത്ര തൊലിവെളുപ്പുള്ളവനാണെങ്കിലും ശരി, നിനക്ക് തഖ്വയില്ലേ, തിന്മകളാണോ നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ മുഖത്തിന്റെ പ്രകാശം മങ്ങും. തഖ്വയുള്ളവർക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കും. മുഖത്തിന് അല്ലാഹു ഇട്ടിരുന്നൊരു പ്രകാശം ഉണ്ടല്ലോ, അത് തൊലിവെളുപ്പിന്റെ പ്രകാശമല്ല, ആ പ്രകാശം മങ്ങിക്കളയും. വദുൽമതൻ ഫിൽ ഖൽബ്. നിന്റെ ഹൃദയത്തിൽ അന്ധകാരം മൂടും, ഇരുട്ടുമൂടും. അല്ലൊരു തിന്മ ഒരാൾ പ്രവർത്തിച്ചാൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത കുത്തു വീഴും. വീണ്ടും വീണ്ടും തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോയാൽ ആ കറുത്ത കുത്ത് വ്യാപിച്ച് കറുത്ത കരിക്കട്ടയായി കൽബ് മാറും. തൗബ ചെയ്യാത്തിടത്തോളം. തൗബ ചെയ്താൽ ആ കറുപ്പ് മാഞ്ഞു പോകും. ഒരു കാർഡിയോളജിസ്റ്റിനും ഒരു ഹൃദ്രോഗ വിദഗ്ധനും ഹൃദയത്തിന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഒരു ടെക്നോളജിക്കും പരിശോധിച്ചാൽ മനസ്സിലാവാത്ത കറുപ്പുണ്ടല്ലോ, പാപക്കറകൾ ഹൃദയത്തിന് ബാധിപ്പിക്കുന്ന കറുപ്പ്. ആ അന്ധകാരം നിന്റെ ഹൃദയത്തെ ബാധിക്കും. ചിലപ്പോൾ നീ വലിയ നല്ല 100% ഫിറ്റായ ഹാർട്ടുള്ള ആളാണെന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് വിധി എഴുതിയാലും ഈ കറുപ്പ് അയാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നിന്റെ ഹാർട്ടിന് ഭൗതികമായി യാതൊരു പ്രശ്നം ഉണ്ടാവും, ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. 100 കൊല്ലം ജീവിച്ചാലും ഹാർട്ട് അറ്റാക്കിന്റെ നേരിയ സാധ്യത പോലും ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയാലും ഈ കറുപ്പ് അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഈ കറുപ്പ് നിന്റെ ഹൃദയത്തെ കറുപ്പിക്കും, തിന്മകളുടെ കറുപ്പ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വവഹനം ഫിൽ ബദൻ. നിന്റെ ശരീരത്തെ അത് ക്ഷയിപ്പിക്കും, നിന്റെ ആരോഗ്യം അതില്ലാതാക്കും. ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിന്മകളാണ്, ഹറാമുകളാണ്. ആരോഗ്യത്തെ ഇല്ലാതെയാക്കും. വനഖ്സൻ ഫിർ റിസ്ഖ്. നിന്റെ ഉപജീവനത്തിൽ അത് കുറവുണ്ടാക്കും. നീ എത്ര അധ്വാനിച്ചാലും എത്ര തിരക്കിട്ടോടിയാലും നിന്റെ ആവശ്യത്തിനുള്ള വക ദുനിയാവിൽ കിട്ടാതെയാകും. നിന്റെ റിസ്ഖിൽ ബറക്കത്തില്ലാതെയാകും. തിന്മകൾ നിനക്ക് നഷ്ടം മാത്രമേ സമ്മാനിക്കൂ.
അതിനുമപ്പുറത്ത് വബഗ്ദതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികളുടെ, നിന്നോടൊപ്പം ജീവിക്കുന്നവരുടെ, അല്ല നിന്റെ വീട്ടിൽ നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഹൃദയത്തിൽ വരെ നിന്നോടുള്ള വെറുപ്പ് അല്ലാഹു ഇട്ടുകൊടുക്കും. നിനക്ക് തഖ്വ കൈമോശം വന്നാൽ. പകരം തിന്മകളാണ് നിന്റെ കൂടപ്പിറപ്പെങ്കിൽ. നമ്മൾ ചെലവിന് കൊടുക്കുന്നവരുടെ ഹൃദയത്തിൽ വരെ അവർ ചിലപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടാവും, നമ്മളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നുണ്ടാവും, ഉള്ളിൽ പല്ല് കടിച്ചിട്ടായിരിക്കും. നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ എന്നാഗ്രഹിച്ചിട്ടായിരിക്കും നമ്മളെ സേവിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റും നിൽക്കേണ്ടുന്ന, നമുക്ക് താങ്ങും തണലുമാകേണ്ടുന്ന നമ്മൾ ചെലവിന് കൊടുക്കുന്നവരുടെ ഹൃദയത്തിൽ വരെ നമ്മളോടുള്ള വെറുപ്പിട്ട് കൊടുക്കുന്ന, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വയും അതിനെതിരായ തിന്മകളും ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും ദുരന്ത ഫലങ്ങളുമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഈ തഖ്വ നേടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വയുടെ പ്രാധാന്യമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം, നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഗതിയെ നമ്മിലേക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ അതിനുവേണ്ടി തീർക്കുന്ന പ്രൊട്ടക്ഷൻ, സംരക്ഷണ വലയത്തിനാണ് തഖ്വ എന്ന് പറയാം. നമ്മൾ സംഗതി ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അതിനെ ഭയക്കുന്നു എങ്കിൽ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ പ്രിവെൻഷനായി, അതിന് സംരക്ഷണമായി നമ്മൾ എന്തെങ്കിലും സ്വീകരിച്ചാൽ അതിനെ ഭാഷയിൽ തഖ്വ എന്ന് പറയും. ഇസ്ലാമിൽ സാങ്കേതികമായി തഖ്വ എന്ന് പറഞ്ഞാൽ അയ്യജഅല ബൈനഹു വബൈന മാ യഖ്ശാഹു മിൻ റബ്ബിഹി മിൻ ഗളബിഹി വസഖതിഹി വഇഖാബിഹി വിഖായതൻ മിൻ ദാലിക്. നിന്റെ റബ്ബിന്റെ കോപത്തെയും ശിക്ഷയെയും അവന്റെ വെറുപ്പിനെയും നീ ഭയപ്പെട്ടുകൊണ്ട് അത് നിന്നെ ബാധിക്കാതിരിക്കാൻ നീ തീർക്കുന്ന സംരക്ഷണത്തിനാണ് തഖ്വ എന്ന് പറയാം. റബ്ബിന്റെ കോപം എന്നെ ബാധിക്കരുത്, അവന്റെ വെറുപ്പും അവന്റെ ശിക്ഷയും എന്നെ പിടികൂടരുത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാനത് ഭയക്കുന്നു. അതെന്നെ ബാധിക്കാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അതാണ് തഖ്വ. എങ്ങനെയാകണം? അതാണ് തഖ്വ. മഹാനായ താബിഈ വര്യൻ തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ, താബിഈങ്ങളിലെ ചെറുപ്രായക്കാർ ഉപദേശം തേടി, ഫിത്നകളെ ഞങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ചോദിച്ച് ഉപദേശം തേടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തഖൂഹാ ബിത്തഖ്വ, നിങ്ങൾ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും ഫിത്നകളെയും തഖ്വ കൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. അവർ ചോദിച്ചു, എന്താണ് ആ തഖ്വ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, തഖ്വ അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്രുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കലാണ്, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കലാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ നിനക്ക് എവിടുന്ന് കാണാം? എവിടുന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നാട്ടിൽ ഓരോരുത്തർ പലതും ചെയ്യുന്നുണ്ട്. ദീനായി നമ്മുടെ കാക്കകാരണന്മാരായി കൈമാറി വന്ന സമ്പ്രദായങ്ങളുണ്ട്, പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇതാണോ തഖ്വയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അല്ല. അദ്ദേഹം മഹത്തായ ഒരു അടിത്തറ മാനദണ്ഡം അലാ നൂരിൻ മിനല്ലാഹ്, തഖ്വ അനുസരിച്ച് നീ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. അല്ലാഹുവിന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഖുർആൻ, അതിനെ വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രകാശമേന്തി നീ അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. എന്തിന് ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹിന്റെ കൽപ്പനകൾ ഞാൻ പ്രവർത്തിക്കണം? എന്തപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്ന ചിന്ത മനുഷ്യന്മാർക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിലാണല്ലോ ആളുകൾ എന്തെങ്കിലും ചെയ്യുക. ആ ചിന്തയും ആശങ്കയും പരിഹരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ നിർവചനം, തർജു സവാബല്ലാഹ്, അള്ളാഹിന്റെ കൂലിയാണ് നീ പ്രതീക്ഷിക്കുന്നത്. നീ തഖ്വ പാലിച്ച് അള്ള പറഞ്ഞതനുസരിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് നിനക്കുള്ള നേട്ടം? അള്ളാഹുവിന്റെ കൂലിയാണോ? അള്ളാഹുവിന്റെ സ്വർഗമാണ്, അവൻ ഒരുക്കി വെക്കുന്ന കണക്കില്ലാത്ത പ്രതിഫലമാണ്. തർജു സവാബല്ല, മറ്റൊന്നുമല്ല. അതുകൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രദ്ധിക്കണം, കുട്ടികൾ ശ്രദ്ധിക്കണം. അവിടെ നന്നായി ജീവിക്കാൻ, അള്ള പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ, ഖുർആനും സുന്നത്തും അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദുനിയാവിലൊരു നേട്ടമല്ല. ദുനിയാവിൽ നേട്ടങ്ങൾ അത്ഭുതകരമായി ഉണ്ടാകും, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, അത് വേറെ കാര്യം. പക്ഷെ ആത്യന്തികമായി നമ്മൾ മോഹിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലെ നശിക്കാത്ത, ഒടുങ്ങാത്ത, മരിക്കാത്ത സുഖങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കണ്ടോ? പിന്നിൽ പലതും നടക്കണ്ടാവും കേട്ടോ. നിങ്ങളിവിടെ ശ്രദ്ധിക്കും, ഞാൻ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. തഖ്വ
അത് പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങളോട് ചോദിക്കണം, എന്താണ്? എന്തിനു വേണ്ടി നമ്മൾ അള്ളാഹു പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നത്? എന്തിനു വേണ്ടി? എന്താണ് നമ്മൾ പ്രേരിപ്പിക്കുന്ന കാര്യം? സ്വർഗം, അള്ളാന്റെ കൂലി. വേറെ ആരും ഇവിടെ കൂലി തന്നില്ലെങ്കിലും അള്ളാഹു കണക്ക് തീർത്ത് സ്വർഗത്തിൽ പ്രതിഫലം നൽകുമെന്ന മോഹമാണ് അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇതാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച് ഖുർആനിലും സുന്നത്തിലും അള്ളാഹു നമ്മളോട് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ പ്രവർത്തിക്കുക. പ്രവർത്തിക്കുന്നതിനു വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി. ഇതാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം വഅൻ തത്റുക മഅസിയത്തല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയതൊക്കെ നീ ഒഴിവാക്കുക. ഒരേ സമയം അള്ളാഹുവിന്റെ കൽപ്പനകൾ, വാജിബായ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നു, അതേ സമയം തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ മറുവശത്തുണ്ട്. സംഗീതമുണ്ട്, സിനിമയുണ്ട്, പലിശയുണ്ട്, വ്യഭിചാരമുണ്ട്, മോഷണമുണ്ട്, ഏഷണിയുണ്ട്, പരദൂഷണമുണ്ട്, കളവുണ്ട്, വഞ്ചനയുണ്ട്. ഇങ്ങനെ നിത്യജീവിതത്തിൽ സർവ്വ മേഖലകളിലും നമ്മെ ബാധിക്കുന്ന ഹറാമുകൾ ഒരുപാടുമുണ്ട്, വൻപാപങ്ങൾ ഒരുപാടുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കണം. അലാ നൂരിൻ മിനല്ലാഹ്, നാട്ടുകാർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ എല്ലാവരും അത് കുഴപ്പമില്ല, ഈ തിന്മ നമുക്ക് ഒഴിവാക്കിയാൽ തിരക്കടില്ല, അത് വലിയ പ്രശ്നമില്ല എന്ന് സാമൂഹികമായി ഐക്യവും യോജിപ്പുള്ള തിന്മകൾ, സാമൂഹിക തിന്മകൾ ഒഴിവാക്കാം. മോഷണം വേണ്ട, അതുപോലെ തന്നെ പലിശ വേണ്ട, വ്യഭിചാരം വേണ്ട, ഇതൊക്കെ, മദ്യം വേണ്ട, ലഹരി വേണ്ട, അതിലൊക്കെ നമ്മൾ യോജിക്കും. പക്ഷെ അതിനേക്കാൾ നമ്മൾ ഹറാമായി കൊണ്ടു നടക്കുന്ന ഗൗരവമുള്ള ദീൻ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അത് ആളുകൾക്ക് പ്രശ്നമില്ല. ആളുകൾ എന്തു പറയുന്നു, ആളുകൾ തിന്മയായി എന്ത് മനസ്സിലാക്കുന്നു, സമൂഹം മോശപ്പെട്ട കാര്യമായി എന്തു പറയുന്നു എന്നതല്ല നമ്മളെ വിഷയം. നമ്മൾ അത് നോക്കിയിട്ടല്ല ഒഴിവാക്കേണ്ടത്, മറിച്ച് അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തിൽ, വഹിയിൽ, ഖുർആനിൽ, സുന്നത്തിൽ എന്താണോ ഹറാം അതാണ് നമുക്ക് ഹറാം, അതാണ് മുസ്ലിമിന് ഹറാം. തത്റുക മഅസിയത്തല്ലാഹ്, നീ അത് ഒഴിവാക്കണം. അള്ളാഹും റസൂലും ഒരു കാര്യം ഹറാമായി പറഞ്ഞിട്ടുണ്ടോ, ഭൂലോകത്തെ മാലോകർ മുഴുവൻ അത് വലിയ സംഭവമായി നന്മയായി കൊണ്ടു നടന്നാലും ശരി, അല്ലെ അള്ളാഹുവിന്റെ ദീനിൽ കടുത്ത നീചമായ വൈകൃതമായി പഠിപ്പിച്ച തിന്മകൾ ഇന്ന് ആളുകൾക്ക് വലിയ സംഭവമാണ്, പുരോഗമനാണ്, അല്ലേ? സ്വവർഗരതി, ആണും പെണ്ണും, പിന്നെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക, ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജൈവികമായ പ്രകൃതിപരമായ മറയൊക്കെ ഇല്ലാതൊക്കെ എല്ലാവരും ഒരേപോലെ വേഷം കെട്ടിയാൽ മതി, എല്ലാവർക്കും ഒരേപോലെ ജോലി ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും ആണും പെണ്ണും ഒരുമിച്ചിരിക്കുക. ഇങ്ങനെ സർവ്വ തിന്മകൾക്കും വൃത്തികേടുകൾക്കും വഴിയൊരുക്കി കൊടുക്കുന്ന, പരസ്യമായതിന് സമ്മതം മൂളുന്ന വ്യഭിചാരത്തെയും മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന സ്വവർഗരതിയെയും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഹലാലാക്കുകയാണ്. അപ്പൊ നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കളും കുട്ടികളും സ്കൂളിൽ നിന്ന് അവരോട് ഇന്റർവ്യൂ എടുക്കുകയാണ്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, പുരോഗമനമാണ് പോലും. തിന്മകൾ അള്ളാഹുവിന്റെ ദീനിൽ ഹറാമാക്കിയത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഒഴിവാക്കണം. എന്തിനു വേണ്ടി? ആരെയും പേടിച്ചിട്ടല്ല, നാട്ടിലൊരുത്തനെയും പേടിച്ചിട്ടല്ല. തഖാഫു ഇഖാബല്ലാഹ്, അള്ളാന്റെ ശിക്ഷയെ പേടിച്ചു, കത്തിജ്വലിക്കുന്ന നരകത്തെ പേടിച്ചു, അള്ളാന്റെ ശിക്ഷയെ പേടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ അവൻ ഹറാമാക്കിയ തിന്മകൾ നമ്മൾ ഒഴിവാക്കുന്നത്. ഇതാണ് തഖ്വ. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് രണ്ടു ഭാഗമാണുള്ളത്. അള്ളാഹു കൽപ്പിച്ച നന്മകൾ, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ നന്മകൾ എന്തൊക്കെയുണ്ടോ അതെവിടെ നിന്ന് കിട്ടും? ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാൻ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചു. രണ്ടാമത്തെ ഭാഗം, അതേസമയം അള്ളാഹു ഹറാമാക്കിയ ഹറാമുകൾ നമ്മൾ ഒഴിവാക്കുന്നു. ആളുകളുടെ സമ്മതം കിട്ടിയിട്ടുള്ള തിന്മകളല്ല, മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകൾ എത്ര വലിയ നന്മയായി കൊണ്ടു നടന്നാലും ഇസ്ലാമിൽ അത് ഹറാമാണോ, ആ ഹറാമ് നമ്മൾ ഒഴിവാക്കുന്നു. എന്താണ് നമ്മെ ഹറാം ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരകം? അള്ളാഹിന്റെ ശിക്ഷയാണ്, നരകമാണ്. ഇതാണ് തഖ്വ. ഇതിനെയാണ് തഖ്വ എന്ന് പറയാ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കുക, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുക. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുക. ഇതാണ് തഖ്വ. സ്വർഗം മോഹിക്കുക, നരകത്തെ പേടിക്കുക. ഇതാണ് തഖ്വ. സഹോദരങ്ങൾ, ഇത് ഏറ്റവും മനോഹരമായി, ഏറ്റവും ഫലവത്തായി, ഏറ്റവും എഫക്റ്റീവായി, അത് റമദാനിലല്ലാത്തപ്പോ എനിക്കത് കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല, മരിക്കോളം കഴിയില്ല എന്ന് പറയുന്നവരെ കൊണ്ടുപോലും അത് സാധിക്കുമെടോ എന്ന് അവന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അള്ളാഹു തെളിയിച്ചു കാണിച്ച റമദാൻ ഈ തഖ്വ നടപ്പിലാക്കാൻ ഏറ്റവും വലിയ പാടാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പുകവലിക്കുന്നവർ റമദാനിലല്ലാത്തപ്പോ
നാഴികക്ക് 40 വാട്ട് അങ്ങനെ പുകച്ചു വിടുന്നവർ, അതിനുവേണ്ടി ദിവസവും 100 കണക്കിന് ഉറുപ്പ്യ കൊടുക്കുന്നവർ, ചെയിൻ സ്മോക്കേഴ്സ്, അവര് റമദാനിലല്ലാത്തപ്പോൾ അവരോട് അവരുടെ കൂട്ടത്തിൽ നോമ്പെടുക്കുന്നവരുണ്ട്. എല്ലാ പുകവലിക്കാരും റമദാനിൽ നോമ്പെടുക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ അവരിൽ ഒരു ന്യൂനപക്ഷമെങ്കിലും വലിച്ച് പുകച്ചുവിടുന്ന ആളുകൾ നോമ്പെടുക്കുന്നവരില്ലേ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അങ്ങനെ പുകവലിക്കുന്നവർ റമദാനിലല്ലാത്തപ്പോൾ ഇതൊന്നും ഒഴിവാക്ക്, ഇത് നിങ്ങളെ തന്നെ കൊല്ലുന്ന അതുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭീകരമായ ഭീതിതമായ അത് ബാധിച്ചു വായലൊക്കെ ക്യാൻസർ വരുന്ന അത്രയും വൃത്തികെട്ട ചിത്രം അവിടെ പ്രദർശിപ്പിച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത്. അല്ല, സ്മോക്കിംഗ് കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടിട്ടാണ് ഈ പൈസ കൊടുത്തിട്ട് സ്വന്തം ആത്മഹത്യാപരമാണത്. അവനാൻ അധ്വാനിച്ച പൈസ കൊടുത്ത് അവനാനെ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുക, നശിപ്പിക്കുക. അത് ഇസ്ലാമിൽ വിലക്കിയ ഗൗരവമുള്ള തിന്മയാണ്. ഈ പൈസ ഇതിനു വേണ്ടി കൊടുക്കുന്ന ഉറുപ്പിക അത് ഹറാമിലേക്കാണോ ഹലാലിലേക്കാണോ വരവെക്കുക അള്ളാന്റെ അടുത്ത്? ഹറാം. അത് നമുക്ക് തന്നെ ദോഷം ഉണ്ടാക്കുന്ന, ഇത് കാണുന്ന വാങ്ങിക്കുന്ന ആൾക്ക് തന്നെ, അത് വിൽക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. ആണോ അല്ലേ? അതിനപ്പുറത്ത് ഇത് പുകച്ചുവിടുമ്പോൾ അത് ശ്വസിക്കുന്ന നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾ, നമ്മളുമായി സഹവസിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ ദോഷമുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഇതിന്റെ ഭൗതികമായ ശാസ്ത്രീയമായ പാർശ്വഫലങ്ങളാണ്. എല്ലാ പടപ്പിനും അറിയാം ഇത് ചെയ്യുന്ന വലിക്കുന്ന. അതിനപ്പുറത്ത് ഇത് ദീനിൽ ഹറാമാണ്, അള്ളാഹുവിന്റെ ദീനിൽ ഹറാമാക്കിയ കാര്യമാണിത്. ഇത് ലഹരിയാണ്. ആർക്കാ സംശയമുള്ളത്? ഹറാമാണിത്. ഈ സംഗതി റമദാനിൽ ഒന്ന് നിർത്തിക്കൂടെ? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടമുള്ളത്? അല്ലെ, അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഹൃദ്രോഗം വരുന്നു, അറ്റാക്ക് വരുന്നു, പിന്നെ പല ജാതി സ്ട്രോക്ക് വരുന്നു. എന്തൊക്കെ അസുഖങ്ങളാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്? ഇത് പറഞ്ഞ അയാളോട് നിർത്താൻ പറഞ്ഞു എന്താ പറയാ, പറ്റുമായിരിക്കും, അതിന് അടിമയായിപ്പോയി, അഡിക്റ്റായിപ്പോയി, ഒരു നിലക്കും പറ്റൂല, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, എന്നെ കൊന്നാലും ഞാൻ നിർത്തൂല എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾ റമദാൻ വന്നാൽ സ്വയം ആത്മനിയന്ത്രണം പാലിച്ച് അവരിലൊരു ന്യൂനപക്ഷമെങ്കിലും ഒരു പകലുടനീളം മിനിറ്റിന് മിനിറ്റ് വലിക്കുന്ന ആളുകൾ 10-12 മണിക്കൂർ ഇത് അകറ്റി നിർത്തുന്നില്ലേ? എനിക്കൊരിക്കലും കഴിയില്ല എന്ന് പറയുന്നവർ സാധിക്കുന്നില്ലേ? എന്താണ് അവരതിനെ പ്രേരിപ്പിച്ചത്? സംഗതി നോമ്പ് തുറക്കുമ്പോൾ അത് വലിച്ചിട്ടാണ് മുറിക്കുന്നതെങ്കിലും അത് വേറെ കാര്യം. നോമ്പ് തുറന്നുകൊണ്ടിന് അപ്പുറത്ത് പോയി പുകച്ച് ആ കടം തീർക്കുന്നുണ്ടെങ്കിലും, രാത്രി മുഴുവൻ വലിച്ച് ആ കടം തീർക്കുന്നുണ്ടെങ്കിലും, ഈ 12 മണിക്കൂർ എന്താണ് അത് ചെയ്യാതിരിക്കാൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്നത്? ഈ തഖ്വയല്ലാതെ. അള്ളാഹു അത് ശീലിപ്പിക്കുകയാണ്. ഇതൊരു പുകവലിയുടെ ഉദാഹരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റമദാനിലല്ലാത്തപ്പോൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ മറ്റു 11 മാസക്കാലവും 300-ലേറെ ദിവസവും 330ഓളം ദിവസം അല്ലെങ്കിൽ അതിലേറെ ദിവസവും നമ്മുടെ നിത്യജീവിതത്തിലെ നിത്യസംഭവമായിരുന്നു 4-5 നേരം ഈ മൃഷ്ടാന്ന ഭോജനം, തീറ്റയും കുടിയും. ഇത് നമുക്ക് ഹലാലാണ്. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ദിനചര്യയിൽ എണ്ണപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ജീവന്റെ ആധാരം. ഇത് നമ്മൾ കടുത്ത ചൂടിലും 12 മണിക്കൂർ ഒരിറക്ക് വെള്ളം പോലും ദാഹിച്ചു വലഞ്ഞാൽ പോലും കുടിക്കാതെ, ഒരു തരിമ്പ് ഭക്ഷണം പോലും ചവച്ചിറക്കാതെ നമ്മുടെ കുട്ടികൾ പോലും ആത്മനിയന്ത്രണം പാലിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ സ്ട്രഗിളിംഗ് ഉണ്ടോ സഹോദരങ്ങളെ? ജീവിതകാലം മുഴുവൻ ഹറാമാക്കിയത് മരണം വരെ ഒഴിച്ചു നിർത്താൻ. എത്ര സിമ്പിളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ നമ്മെ കൊണ്ട് ശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതു വലിയ ഹറാമും, നമ്മുടെ ശീലം വരെ, തീറ്റയും കുടിയും വരെ നമ്മൾ റമദാനിൽ ഒഴിവാക്കി നിർത്തിയെങ്കിൽ അതിലും വലുതാണോ അള്ളാഹു ഹറാമ? എനിക്ക് കഴിയൂല, എനിക്ക് പറ്റൂല, സാധിക്കണില്ല എന്ന് പറയുന്ന നമ്മുടെ അന്യായവാദം നമുക്കെതിരെ തന്നെയുള്ള വൈരുദ്ധ്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കത്തിയോ? ഭക്ഷണവും വെള്ളവും വരെ നമ്മൾ ഒരു മാസക്കാലം കടുത്ത ചൂടിൽ പകലുടനീളം ഒഴിച്ചു നിർത്തുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണോ? അള്ളാഹു ഹറാമാക്കിയ ലഹരിയും അല്ലെങ്കിൽ മറ്റു ഹറാമുകളും തോന്നിവാസങ്ങളും കാലാകാലം അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കി നമുക്ക് ഒഴിച്ചു നിർത്താം. അതുകൊണ്ട് തഖ്വ എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, മനസ്സ് വിചാരിച്ചാൽ, ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ എളുപ്പമാണ്. ഈ ദീൻ എളുപ്പമാണ്. ഇന്നദ്ദീന യുസ്റുൻ, ഈ ദീൻ എളുപ്പമാണ്. വലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യനും ഒരു നഫ്സിനും താങ്ങാത്തത് അള്ളാഹുവിന്റെ ദീനിൽ നിയമമാക്കിയിട്ടില്ല. ഇല്ല, വല്ലാഹി ഇല്ല. നമ്മുടെ പ്രശ്നം കൊണ്ടാണ് നമുക്കത് ഭാരമായും പ്രശ്നമായും പ്രയാസമായും തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതാണ് തഖ്വ. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബികളിൽ പലരും എന്താണ് ഈ തഖ്വ എന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവരതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഖത്തീബ് ഖുത്ബ പറയുമ്പോൾ ഖുത്ബയുടെ തുടക്കത്തിൽ കേൾക്കുന്ന തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആയത്തുകളുണ്ട്.
അത് പ്രസിദ്ധമായ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്യണം. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്താലേ മുസ്ലിമീങ്ങളായി മരിക്കാൻ പറ്റുള്ളൂ. അത് ആയത്തിലുള്ള വലിയ പാഠമാണ്. ഒരു യഥാർത്ഥ മുസ്ലിമായി മരിക്കാൻ നമുക്ക് സാധിക്കണോ? ശരിയായ ഈമാനിലും ഇസ്ലാമിലായി ഷഹാദത്ത് കലിമ ഉരുവിട്ട് നമ്മുടെ അവസാന ശ്വാസം ഇവിടെ നിന്ന് വേർപിരിയണോ? തഖ്വ പാലിക്കാത്തവർക്ക് അത് സാധിക്കില്ല. തഖ്വ പാലിക്കേണ്ടതുപോലെ പാലിച്ചാലേ ഇസ്ലാമിലായി മരിക്കാൻ വരെ നമുക്ക് തൗഫീഖ് ഉണ്ടാവുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏതാണ് ഈ ഹഖ്ഖു തഖ്വ, എങ്ങനെയാണ് നമ്മൾ തഖ്വ പാലിക്കുന്നതിന്റെ മുറ എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കണം, അയ്യുതാഅ ഫലാ യുഅ്സാ, അല്ലാഹുവിനെ നീ അനുസരിച്ച് ജീവിക്കലാണ്, അവനെ ഒരിക്കൽ പോലും ധിക്കരിക്കാതിരിക്കലാണ്. അല്ലാഹുവിനെ അനുസരിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക. വയുദ്കർ ഫലാ യുൻസ, അല്ലാഹുവിനെ സദാ സ്മരിക്കുക, അവനെ ഓർക്കുക എപ്പോഴും. വലാ യുൻസ, അവനെ മറക്കാതിരിക്കുക. വഅയ്യുസ്കർ ഫലാ യുക്ഫർ, അല്ലാഹുവിന് നന്ദിയുള്ളവനായി ജീവിക്കുക, അല്ലാഹുവിന് നന്ദി കെട്ടവനായി നീ ജീവിക്കാതിരിക്കുക. ഇതാണ് തഖ്വ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ തഖ്വ എന്താണ്? ഇവിടെ പറഞ്ഞത് അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അല്ലാഹു കൽപ്പിച്ചെല്ലാം പ്രവർത്തിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു ഹറാമാക്കിയതെല്ലാം ഒഴിച്ചു നിർത്തുക. അതിനപ്പുറത്ത് അദ്ദേഹം വർദ്ധിച്ചതിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ സദാ ഓർക്കുക, അവനെ മറക്കാതിരിക്കുക. മഹാൻ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിനെ ഓർക്കുക, അവനെ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും നിന്റെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഓർക്കണം. ഫി ഹറകാതിഹി വസകനാതിഹി വകലിമാതിഹി, നീ അനങ്ങാതിരിക്കുമ്പോഴും നിന്റെ ഖൽബിൽ അവിടെ എന്തെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന ബാധകമാകുന്നുണ്ടോ നീ ഓർക്കണം. നീ എന്തിനാണ് അനങ്ങാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണോ? ശരി, അത് തഖ്വയാണ്. നീ ചലിക്കുമ്പോൾ എന്തിനു വേണ്ടി നീ ചലിക്കുകയാണെങ്കിലും, നീ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി മേലനങ്ങാണെങ്കിലും, കുറച്ചൊരു എന്റർടൈൻമെന്റ് വേണ്ടി നീ ശരീരമനക്കുന്ന കളിയാണെങ്കിലും വിനോദമാണെങ്കിലും, നീ വാഹനം ഓടിക്കുകയാണെങ്കിലും, നീ മേലെ നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിലും, നിന്റെ ചലനങ്ങളിൽ നീ ഓർക്കണം, അല്ലാഹുവിനെ ഓർക്കണം. അവിടെ എന്തെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പനകളുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നിന്റെ അനങ്ങാതിരിക്കുന്ന നിശബ്ദതകളിൽ, അതല്ലെങ്കിൽ നിന്റെ നിശ്ചലതകളിൽ നീ ഓർക്കണം അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്തുണ്ട്. വകലിമാതിഹി വഅഫ്ആലിഹി, നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ നീ ഓർക്കണം അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്തെങ്കിലും ഉണ്ടോ. നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്തെങ്കിലും ഉണ്ടോ നീ ഖൽബിൽ ഓർക്കണം. ഖൽബിൽ ഓർക്കുമ്പോൾ അത് ഓർമ്മ വരുന്നത് ആർക്കാണ്? പഠിക്കണം. എന്താണ് എന്റെ വാക്കിലും പ്രവർത്തനത്തിലും ജീവിതത്തിലും അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പഠിക്കണം. പഠിക്കാൻ, അത് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ എത്തിച്ചേരണം. ആ സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നിലിരിക്കുന്നവർ ഉറങ്ങുന്നില്ലല്ലോ? ഉറങ്ങുന്നവരൊന്ന് ഷാറായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഒന്ന് മുഖം കഴുകിയിട്ടൊക്കെ വരാം. പുറത്ത് സ്പീക്കർ വർക്ക് ചെയ്യണില്ലേ? ഉളു എടുക്കാൻ പുറത്തു പോയാൽ നമ്മൾ ശബ്ദം കേൾക്കും ഇൻഷാ അല്ലാഹ്. ഉറക്കം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നോമ്പിന്റെ അവസാന സമയത്തേക്ക് നമ്മൾ അടുത്തു. ക്ഷീണം ഉണ്ടാവും, മയക്കം വരും. ഈ സദസ്സിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നമുക്കാണ്. അപ്പോൾ ഒന്ന് മുഖം കഴുകി ഉളുവൊക്കെ ഒന്ന് പുതുക്കി വരാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.